അവിടെ ഉണ്ടെങ്കിലും അതിനകത്ത് വരികയോ ഒന്നും ചെയ്യില്ല. വിദ്യാർത്ഥിയായിരിക്കും നന്നായി പഠിക്കുന്നതിൽ നമ്മളെക്കാളൊക്കെ ഒരു താല്പര്യപ്പെടുത്ത ആളാണ്. നമ്മൾ വേറെ ആക്ടിവിറ്റീസിലൊക്കെ പോകുമ്പോഴും ശിശുപാലനൊന്നും വരില്ല. ആ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ശിശുപാലനം ഞാനുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നില്ല, ഒരു അറിവുണ്ടായിരുന്നില്ല. ശിശുപാലനം പിന്നെ ഞാൻ അറിയുന്നത് നിലയ്ക്കൽ പ്രക്ഷോഭണം നടക്കുമ്പോഴാണ്. ഹിന്ദു മുന്നണിയുടെ നേതാവ് ജെ ശിശുപാലൻ എന്ന പത്രത്തിൽ ഞാൻ അടിച്ചു വരും. അപ്പോഴും എനിക്ക് എൻ്റെ സ്നേഹിതനായ ഈ ശിശുപാലനാണെന്ന് എനിക്കൊരു ധാരണയില്ല. ഏതോ ഒരു വലിയ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന BJPയുടെ RSSൻ്റെ രാഷ്ട്രീയമൊക്കെ ഉള്ള ഒരാളാണ് ഈ ജെ ശിശുപാലൻ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. കുറേ കഴിഞ്ഞ് ശിശുപാലൻ ഒരു ദിവസം അപ്പോൾ കല്യാണം കഴിച്ച് മക്കളായി, മകളെ ഡെൻ്റലിന് പഠിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് ശിശുപാലൻ ഒരു ദിവസം എന്നെ കാണാൻ വന്നു. ചിറയൻകീഴിൽ മകൾക്ക് ഒരു ആശുപത്രി, സ്വകാര്യ ആശുപത്രി തുടങ്ങുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നത് ഉദ്ഘാടനം ചെയ്യണം. അതിനുശേഷം മകളുടെ കല്യാണം വന്നു. ഈ ട്രിവാൻഡ്രത്ത് വെച്ചാണ് ആ കല്യാണം നടന്നത്. അന്ന് ശ്രീ ആൻ്റണിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ശിശുപാലൻ CPM എന്നൊരാളെ വിളിച്ചത് എന്നെ മാത്രമാണ്, വേറെ ആരെയും വിളിച്ചിരുന്നില്ല. ബാക്കി എല്ലാ കക്ഷിയുടെ ആൾക്കാരും മുഖ്യമന്ത്രി ആൻ്റണി വന്നു, RSSൻ്റെ BJPയുടെ ഒക്കെ നേതാക്കളുണ്ടായിരുന്നു, അവരെല്ലാവരും ഉണ്ടായിരുന്നു. മകളുടെ കല്യാണത്തിന് ഞാൻ പോയിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് കാലമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ ഞാൻ എവിടെ വെച്ച് കണ്ടു പറഞ്ഞ് ഒത്തിരി അസ്വസ്ഥതകളുണ്ട്, അസുഖമുണ്ട്, അതിൻ്റെ ഒരു വിഷമതകളൊക്കെ വന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിരിഞ്ഞു പോയതിന് ശേഷം പിന്നെ ശിശുപാലൻ്റെ മരണമാണ് അറിയുന്നത്. അപ്പോൾ എനിക്ക് ശിശുപാലനെക്കുറിച്ച് പറയാനുള്ളത്, ശിശുപാലൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഒരു ഹിന്ദു മുന്നണിയുടെ വക്താവാകണമെന്നോ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കണമെന്നോ ഒന്നും കരുതിയിരുന്നതല്ല. എവിടെയാണ് ഈ വഴിത്തിരിവ് ശിശുപാലൻ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അത് പ്രധാന റോള് വന്നിട്ടുള്ളത് ഈ നിലയ്ക്കൽ പ്രക്ഷോഭണം വന്നിട്ടുള്ളപ്പോഴായിരിക്കും. അതിൽ ഇന്നുള്ള കുമ്മനം രാജശേഖരനും ശിശുപാലനും 2 പേര് ലെഫ്റ്റനൻ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു ചെയ്ത്, തോളോട് തോൾ ചേർന്ന് വർക്ക് ചെയ്യാൻ. ശ്രീ കുമ്മനം രാജശേഖരനെ പോലുള്ള ഒരു പ്രാമുഖ്യം ആ നിലയ്ക്കൽ പള്ളി പ്രക്ഷോഭണത്തിൽ ശ്രീ ശിശുപാലനുമുണ്ടായിരുന്നു. ഒരുപക്ഷേ അന്ന് ശ്രീ കുമ്മനം രാജശേഖരനേക്കാൾ മുൻതൂക്കം വന്നിരുന്ന ഒരാൾ ശിശുപാലനായിരുന്നു. ഇവർ 2 വാർത്തകളിലൂടെയൊക്കെ നിറഞ്ഞു നിന്നതും ശിശുപാലൻ്റെ ചില പുസ്തകങ്ങളൊക്കെ അച്ചടിച്ച് വരുന്നത് നോക്കുമ്പോൾ അന്ന് ശ്രീ കുമ്മനം രാജശേഖരനേക്കാൾ മുൻതൂക്കം ശ്രീ ശിശുപാലനായിരുന്നു. അതായിരുന്നു ശിശുപാലൻ്റെ രാഷ്ട്രീയം. അകാലത്തിലാണ് എൻ്റെ സ്നേഹിതൻ നഷ്ടപ്പെട്ടു പോയത്. ഇന്നൊക്കെ ചില അസ്വസ്ഥതകൾ, ശാരീരിക അസ്വസ്ഥതകളൊക്കെ വന്ന് നഷ്ടപ്പെട്ടു പോയി. മറ്റേ ആ വീട്ടുകാരൊക്കെ എനിക്ക് അറിയുന്നവരും വേണ്ടപ്പെട്ടവരുമായ വീട്ടുകാരാണ്. ഇതാണ് എനിക്ക് ശിശുപാലനെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു ശിശുപാലൻ. രാഷ്ട്രീയത്തിൽ ഞാനിപ്പുറത്ത് CPM ആണ്, അതെങ്കിൽ പോലും ശിശുപാലനപ്പുറത്തൊരു ഹിന്ദുത്വ രാഷ്ട്രീയമായിട്ടൊന്നെങ്കിൽ പോലും വ്യക്തിപരമായി നമ്മൾ അടുത്ത ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എന്നെ വിളിച്ചിട്ട് പോയി അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. ഞങ്ങളൊരു നാട്ടുകാരായിരുന്നു. ശിശുപാൽജി എൻ്റെ ഒരു ഉത്തമ സുഹൃത്തായിരുന്നു. ഹിന്ദു മുന്നണിയെ പ്രവർത്തനങ്ങൾക്കും മറ്റുമൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത് ശിശുപാൽജി ആയിരുന്നല്ലോ. അതുകൊണ്ട് ശിശുപാൽജി അങ്ങനെ ആ തരത്തിൽ പ്രവർത്തിച്ചു വന്നതുകൊണ്ട് he had a tremendous influence in the political field as also in the ആധ്യാത്മികമായ ചിന്തകളിലും മറ്റുമൊക്കെ. ഒരു നല്ല ഒരു ഓർഗനൈസറാണ്. ഒരു കാര്യങ്ങളും കാര്യപൂർവമായിട്ട് ചിന്തിച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ വലിയ സമർത്ഥരായിരുന്നു എന്ന് പ്രത്യേകം പറയണം. ആ തരത്തിൽ ചെയ്തുകൊണ്ട് ഒരു കാര്യങ്ങളും പ്രോഗ്രാം വെച്ചതുപോലെ ചെയ്യുമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു നിർബന്ധ ബുദ്ധിയും ഉണ്ട് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാം. അത് ശരിയായ രീതിയിൽ ചെയ്തു തീർക്കണം എന്നുള്ളൊരു വിചാരം എപ്പോഴും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു. സംഘത്തിൽ ശിശുപാൽജി കണ്ടത് സാധാരണക്കാരായ പ്രവർത്തകർ, ത്യാഗജീവിതം നയിക്കുന്ന കാര്യകർത്താക്കൾ, വലിയ കുടുംബത്തിൽ പിറന്നിട്ടും എല്ലാം ത്യജിച്ച് RSSലേക്ക് വന്ന ഭാസ്കർ റാവുജി, മാന്യ ടേങ്കിടിജി, പരമേശ്വർജി, വേണുവേട്ടൻ, മാധവ്ജി, ഹരിയേട്ടൻ എന്നിവരൊക്കെ സംഘഭക്തി മനസ്സിൽ നിറയ്ക്കാൻ കാരണക്കാരായി മാറി. 1982 എറണാകുളത്ത് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലത്താണ്
കേരളത്തിൻ്റെ പൊതു നേതൃത്വത്തിലേക്ക് ശിശുപാൽജി വരുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ച 1983 നിലയ്ക്കൽ പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്നു നേതൃത്വം നൽകിയത് പൂജനീയ സ്വാമി സത്യാനന്ദ സരസ്വതിയും ജെ ശിശുപാലനും കുമ്മനം രാജശേഖരനുമാണ്. നിരവധി പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ത്യാഗവും ഒക്കെ സഹിച്ച് ഹൈന്ദവ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് നിക്ഷിപ്തമായ കർത്തവ്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പല പൊതുവിഷയങ്ങളിലും ഇടപെട്ട് അവയുടെയൊക്കെ പ്രശ്നപരിഹാരത്തിന് സമയം കണ്ടെത്തുകയും അതിൽ കൂടുതൽ സമയം കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനസമൂഹത്തെ വിശ്വാസത്തിലെടുത്ത് അവരോടൊപ്പം പ്രവർത്തിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നിർവഹിക്കുകയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധത നിലനിർത്തുകയും ചെയ്തുകൊണ്ട് പൊതുജന സമൂഹത്തിനിടയിൽ ഒരുവനായി നിന്ന് അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതിന് സമയം കണ്ടെത്തുന്നതിന് അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ഓർഡർ കയ്യിൽ കിട്ടുമ്പോഴും സ്വതസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരി ഒട്ടും മങ്ങാതെ മായാതെ മുഖത്ത് നിഴലിച്ച് നിൽക്കുകയും അത് അണികൾക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്തു. അദ്ദേഹം സമരമുഖത്ത് നിന്ന് പിന്മാറിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സമയം പ്രവർത്തിക്കാൻ തനിക്ക് അവസരവും സമയവും കിട്ടി എന്ന പ്രഖ്യാപനത്തോടെയാണ് അദ്ദേഹം സസ്പെൻഷൻ ഓർഡറിനെ എതിരേറ്റത്. ഒരു കാരണവശാലും കാലിടറാതെ പതറാതെ തൻ്റെ ഇടത്തോടും ചങ്കൂറ്റത്തോടും കൂടി അദ്ദേഹം പ്രശ്നങ്ങളിൽ നേരിട്ടു. പാപ്പാവേദിക്കെതിരെ ശംഖുമുഖത്തു നിന്നും പൊട്ടിപ്പുറപ്പെട്ട ആ സമരാവേശം തിരുവനന്തപുരത്ത് ജ്വലിച്ച് നിലനിർത്തിയത് വാസ്തവത്തിൽ അത് ശിശുപാൽജിയുടെ നേതൃത്വം കൊണ്ടൊന്നും മാത്രമായിരുന്നു. തിരുവനന്തപുരത്തെ പ്രമുഖരായ നിരവധി ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ളൊരു വലിയ ബഹുജന മുന്നേറ്റം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. താൻ ഏറ്റെടുത്ത നിരവധി വിഷയങ്ങൾ എല്ലാം വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. സഹപ്രവർത്തകരോട് സ്നേഹവും വാത്സല്യവും കാരുണ്യവും ചൊരിഞ്ഞുകൊണ്ട് അവരെ ഒരിക്കലും മാറ്റി നിർത്തപ്പെട്ടവരായി ഏതെങ്കിലും വിധത്തിൽ കരുതുകയോ താൻ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അവരിൽ നിന്നും വ്യത്യസ്തനായി അത്യുന്നതങ്ങളിൽ പോയി കഴിയുകയോ ചെയ്യുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശുഭ്രവസ്ത്രം പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. അല്പം പോലും കളങ്കം പുരളാത്ത കറുത്ത പാടുകൾ വീഴാൻ അനുവദിക്കാതെ നിസ്തന്ത്രമായി, നിസ്തുലമായി, സത്യസന്ധമായി, ആത്മാർത്ഥമായി അദ്ദേഹം പൊതുജനരംഗത്ത് പ്രവർത്തിച്ചു. ശിശുപാൽജി എന്നും ജ്വലിക്കുന്ന ഒരു ഓർമ്മയാണ്. അദ്ദേഹത്തെപ്പോലുള്ളവർക്ക് മരണമില്ല. അവർ ജനഹൃദയങ്ങളിൽ ജീവിക്കും. നമുക്കെല്ലാവർക്കും അദ്ദേഹം ഒരു മാതൃകയാണ്. ആ സ്മരണയ്ക്ക് മുന്നിൽ ഹൃദയംഗമമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ ഭീകരമായ വിധത്തിൽ നിലയ്ക്കൽ പ്രശ്നത്തിൻ്റെ നേരെ, അവിടെ സമരം ചെയ്ത പ്രവർത്തകരുടെ നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തുന്നു, എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹം ലീവിന് അപേക്ഷിച്ചു. എന്ന് വരും എന്ന് പോലും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസർ പോകാൻ പറ്റില്ല എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അന്ന് ആഭ്യന്തരമന്ത്രി കെ കരുണാകരനാണ്. ശിശുപാൽജി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാമെന്നും പറഞ്ഞ് ലീവ് ലെറ്റർ എഴുതി പുറത്തിറങ്ങി. ജോലി നഷ്ടപ്പെടുമായിരുന്നു.
ആ സമരത്തിൽ നേരെ നിലയ്ക്കലേക്കാണ് പോയത്. നിലയ്ക്കൽ സമരത്തിൽ അദ്ദേഹം കൂടി പങ്കാളിയായി നേതൃത്വം കൊടുക്കാൻ മുന്നോട്ട് വന്നു. പിന്നീട് കാണുന്നത് അദ്ദേഹത്തെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. രൂക്ഷമായി ഗവൺമെൻറ്റിനെ വിമർശിക്കേണ്ടതായിട്ട് വന്നു. പരസ്യമായ പ്രസ്താവനകൾ ഇറക്കി, പ്രഖ്യാപനങ്ങൾ നടത്തി. ഞാനിത് പറയുന്നത് ആത്മധൈര്യം, ആത്മവിശ്വാസം ഒരിക്കലും വിട്ടുമാറാത്തൊരു വ്യക്തിത്വമായിരുന്നു ശിശുപാൽജിയുടേതെന്ന് പറയാനാണ്. പ്രകാശാനന്ദ സ്വാമികൾ 31 ദിവസം നിരാഹാരം നടത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. അതിന് നേതൃത്വം കൊടുത്തതും അതിന് പിൻബലം കൊടുത്തതും ഏറ്റവും പ്രധാനമായി ശിശുപാൽജിയായിരുന്നു. നായനാരുടെ ഭരണകാലത്തായിരുന്നെന്ന് ഒരു ഓർമ്മയുണ്ട്. ശിവരിമഠം റിസീവറിൽ വെച്ച് ഗവൺമെൻറ് അടുത്ത് കൊണ്ട് ഭരണത്തിൽ നിന്ന് സന്യാസിമാരെ ഒഴിവാക്കാൻ ഒരു ശ്രമം ഉണ്ടായിരുന്നെന്ന്. അന്നാണ് ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയി അതിനെതിരായിട്ട് നിരാഹാരവും ഒക്കെ ആയിട്ട് ഒരു 31 ദിവസം കിടന്നത് എനിക്കറിയാം. എന്നെ പരിശോധിക്കാനൊക്കെ ആളുകളൊക്കെ വട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ ശിശുപാൽജിയുടെ പേരും ഓർമ്മയുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ഹിന്ദു നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത എല്ലാ പരിപാടികളിലും പ്രക്ഷോഭങ്ങളിലും ശിശുപാലൻ്റെ നിറസാന്നിധ്യമുണ്ടായിരുന്നു. കോളിളക്കം സൃഷ്ടിച്ച മാറാട് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിലും അദ്ദേഹം നിർണായകമായ പങ്കാണ് വഹിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന് സംഘകാര്യവും രാഷ്ട്രകാര്യവും കഴിഞ്ഞിട്ടേ കുടുംബകാര്യം പോലും ഉണ്ടായിരുന്നുള്ളൂ. കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷവാനായിരുന്നു എന്നുണ്ടെങ്കിലും കുട്ടികളുടെ ഭാവിയെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് തെല്ലും പോലും ഭയമുണ്ടായിരുന്നില്ല. ഒരു സന്തത സഹചാരിണിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി അവരുടെ ശ്രദ്ധ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് പ്രയോജനപ്പെടുത്തിയിരുന്നു. അവരും ഉദ്യോഗസ്ഥയായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇദ്ദേഹം എപ്പോഴെത്തും, ഏത് സമയത്തെത്തും എന്ന് അവർക്ക് പറയാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ സാധാരണ പറയാറില്ലേ, ചെറിയ കുടുംബം സംതൃപ്ത കുടുംബം എന്ന് പറയുന്ന മാതിരി ഇദ്ദേഹത്തിൻ്റെ കർമ്മകാണ്ഡം ഹിന്ദു പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിനേക്കാളും കൂടുതൽ നാട്ടിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വർഗീയ ശിശുപാൽജിക്ക് ഒരു പുത്രനും ഒരു പുത്രിയുമാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മകൻ ദുർഗാദാസ്, മകൾ ഡോക്ടർ കൃഷ്ണപ്രിയ. ഇദ്ദേഹം കേരള സ്റ്റേറ്റിലെ നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡൻറ്റോ സെക്രട്ടറിയൊക്കെ ആയിരുന്നപ്പോൾ പോലും ഓഫീസിൽ കൃത്യമായിട്ട് വരികയും ഓഫീസിലെ ജോലികൾ ചെയ്യുകയും എല്ലാവരുമായിട്ട് സഹകരണമായിട്ട് പെരുമാറുകയും ചെയ്യും. ഞാൻ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹം RSS ആണ്. പക്ഷേ ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഞങ്ങൾ ഒന്നിച്ചൊക്കെ പലപ്പോഴും പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒക്കെ ഉള്ള ഒരു സ്നേഹബന്ധം ഞങ്ങളുടെ ഇതിൽ ഉണ്ടായിരുന്നു. ചേട്ടന് RSSൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. അതിൽ നിന്ന് പിന്നെ ദക്ഷിണമേഖല സെക്രട്ടറി ആയിരുന്നപ്പോഴത്തേക്ക് പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൽ പോയി. അവിടുന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ പോയി. പിന്നെ ഹിന്ദു ഐക്യവേദിയിലാണ് അവസാനമായിട്ട് പ്രവർത്തിച്ചത്. അതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റാണ്. അപ്പോൾ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ് ഉള്ള തന്നെ ഒരു സ്റ്റാഫ്, അവർ നമ്മൾ നായരാണ്, അവർ ഈഴവ കമ്മിറ്റി. അവർക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഹിന്ദു എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. അത് ഹരിജനായാലും ശരി നമ്പൂതിരി ആയിരുന്നാലും അവർ ഒരേ രീതിയിലാണ്. അതാണ് എൻ്റെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. അന്ന് CPM-ഉം RSSും തമ്മിൽ കണ്ണൂർ നടന്ന സംഘടനം, കേരളത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെ സംഘടനകൾ നടക്കുന്ന സമയത്ത് ശിശുപാൽജി ഒരു ദിവസം എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ മാതൃഭൂമിയുടെ ഇവിടുത്തെ റിപ്പോർട്ടറാണ്, എന്നോട് പറഞ്ഞു ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാണ് രണ്ട് പാർട്ടിക്കും രണ്ട് ആളുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനുള്ള ആളുകളില്ല, അതുകൊണ്ടാണ് ഈ രംഗം വഷളാകുന്നത്. അങ്ങനെ ഞാൻ ഈ വിവരം അന്ന് എനിക്കറിയാവുന്ന മാർക്സിസ്റ്റ് സുഹൃത്തുക്കളോട് പറഞ്ഞു. അവരും പറഞ്ഞു ശരിയാണ്, പലപ്പോഴും സംഘടന വ്യാപിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ്റെ കുറവുണ്ട്, എന്തായിരുന്നാലും അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കണമെന്ന് അവരും പറഞ്ഞു.
അങ്ങനെ ഇവർ രണ്ടുപേരും ശിശുപാൽജിയും CPMൻ്റെ ആളുകളുമായിട്ട് ഒരു സംഭാഷണത്തിന് വേണ്ടി ഒരിക്കൽ ടൈം വരെ നിശ്ചയിച്ചതാണ്. ആ സമയത്താണ് ഞാൻ വയനാട്ടിലേക്ക് എന്നെ മാതൃഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എല്ലാവരുമായിട്ടും സ്നേഹബഹുമാനങ്ങൾ ആർജിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് മാത്രമല്ല എല്ലാവരുടെയും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അവരെയൊക്കെ മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയെന്ന് പറയാം. യുവാവായ ശിശുപാലനെ മുൻകാല സംഘടനാ പരിചയമൊന്നും ഇല്ലാതെയാണ് അന്നത്തെ സംഘ നേതൃത്വം ജില്ലാ കാര്യവാഹിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. സ്വഭാവശുദ്ധിയുള്ളവനും സംസ്കാര സമ്പന്നനുമായ ആ യുവാവിൽ സംഘം അന്ന് അർപ്പിച്ച വിശ്വാസത്തിന് അവസാന നിമിഷം വരെ ഒരു കോട്ടവും സംഭവിച്ചില്ല. സംഘത്തിലും അതിൻ്റെ ചരിത്രപരമായ ദൗത്യത്തിലും അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും വെച്ചു പുലർത്തിയിരുന്നു ശിശുപാൽജി. കുറച്ചൊരു പ്രായമായ സാഹചര്യത്തിലാണ് അദ്ദേഹം സംഘവുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിലും വളരെ പെട്ടെന്ന് സംഘത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളുമായിട്ട് പൂർണ്ണമായി ലയിച്ചു ചേർന്ന് ക്രമേണ സംഘത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ കാര്യവാഹ്, വിഭാഗ് കാര്യവാഹ് ഈ തരത്തിലുള്ള ചുമതലകളിലേക്ക് അദ്ദേഹം ഉയർന്നു. സംഘത്തിൻ്റെ ഈ പ്രവർത്തന കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലും അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ പൊതുവായ എല്ലാ പ്രവർത്തനങ്ങളും സജീവ പങ്കാളിത്തം വഹിച്ചിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തെ പ്രമുഖരായ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിൽ ഉയർന്നു നിൽക്കുന്ന അനവധി വ്യക്തികളുമായിട്ടുള്ള വ്യക്തിബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആദർശപരമായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാവരുമായി വളരെ സൗഹാർദ്ദപരമായൊരു സമ്പർക്കം അദ്ദേഹം നിശ്ചയിച്ചിരുന്നു. ശാരീരികമായി നോക്കുന്ന സമയത്തൊരു മെലിഞ്ഞ പ്രകൃതമാണ്, ദുർബലനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ആദർശനിഷ്ഠയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ശക്തമായ സമീപനം തന്നെയാണ് അദ്ദേഹം എടുത്തിരുന്നത്. പലപ്പോഴും വളരെ ഉയർന്ന വ്യക്തികളാണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആരുടെ മുമ്പിലും യാതൊരു സങ്കോചം കൂടാതെ വെട്ടിത്തുറന്നു പറയാനുള്ള തൻ്റെ ഇടം അദ്ദേഹം കാണിച്ചിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്